ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വരാന്ത റൈസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് SSC റെയിൽവേയുടെ പോളിറ്റി ആയിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ന് നോക്കാൻ പോകുന്ന അതിൻ്റെ കണ്ടിന്യൂഷൻ ആണ്. അതായത് ഓരോ പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ്റെ സെറ്റ് എടുത്തിട്ട് അതിനെ റിലേറ്റ് ചെയ്യുന്ന കീ പോയിന്റ്സ് പ്ലസ് ആ ഒരു ടോപ്പിക്കിനെ റിലേറ്റ് ചെയ്യുന്ന മാക്സിമം പോയിന്റ്. സോ ദാറ്റ് ഇപ്പോൾ നമ്മൾ ബേസിക്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്തു, അത് കഴിഞ്ഞിട്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ്, ഇങ്ങനെ വന്ന് ഓരോ ടോപ്പിക്കും കവർ ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അങ്ങനെയെങ്കിൽ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നോക്കിക്കേ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഫണ്ടമെന്റൽ ഡ്യൂട്ടി പ്രൊവിഷൻസ് ഹാസ് laid down that all Indians need to show respect to the Indian national flag and Indian national anthem? അത് ഈ താഴെ തന്നേക്കുന്നവയിൽ ഏത് ആർട്ടിക്കിളാണ് ഏത് ഫോളോയിങ് ഫണ്ടമെന്റൽ ഡ്യൂട്ടി പ്രൊവിഷൻസ് ലേഡ് ഡൗൺ ദാറ്റ് ഓൾ ഇന്ത്യൻസ്, എല്ലാ ഇന്ത്യക്കാരും നീഡ് ടു ഷോ റെസ്പെക്ട് ടു ദ ഇന്ത്യൻ നാഷണൽ ഫ്ലാഗിനും ഇന്ത്യൻ നാഷണൽ ആന്തത്തിനും റെസ്പെക്ട് നൽകണം എല്ലാ സിറ്റിസണും എന്ന് എൻലിസ്റ്റ് ചെയ്തേക്കുന്നത് ഈ പറയുന്നവയിൽ താഴെ പറഞ്ഞേക്കുന്നവയിൽ ഏത് ആർട്ടിക്കിൾ ആണെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പം എൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, ആർട്ടിക്കിൾ 51. നമുക്ക് ഫർദർ ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ നോക്കിക്കേ, ഓക്കെ, ഇത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. അപ്പോൾ അതിനെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ പറ്റി നമ്മൾ പറയണ കാരണം ഇതിൻ്റെ നെക്സ്റ്റ് സ്ലൈഡിൽ കണ്ടോ, 51A ഹാസ് ലേഡ് ഡൗൺ ദ, ഈ സംഭവമാണ് നമ്മൾ ആൻസർ ആയിട്ട് നോക്കിയത്. അതായത് ആർട്ടിക്കിൾ 51A പറയുന്നത് ഇറ്റ് ഹാസ് ലേഡ് ഡൗൺ ദാറ്റ് എല്ലാ ഇന്ത്യക്കാരും ഷുഡ് റെസ്പെക്ട് ദ ഇന്ത്യൻ നാഷണൽ ഫ്ലാഗ് ആൻഡ് ഇന്ത്യൻ നാഷണൽ ആന്തം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 51A വരുന്നതാണ്. അപ്പോൾ നമുക്കത് നോക്കാം. അതിന് മുമ്പ് ഒരു പ്രീ റിക്വസിറ്റ് ആയിട്ട് ഈ കാര്യങ്ങൾ പറയണം. അതായത് ദ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് വെർ ഇൻകോർപ്പറേറ്റഡ് ഇൻ പാർട്ട് 4A ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ബൈ ദ 42nd അമെൻമെന്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് 1976. അപ്പം 42ാമത് ഭരണഘടനാ ഭേദഗതി വന്ന വർഷം, അല്ലെങ്കിൽ ആ ഭരണഘടനാ ഭേദഗതി ആക്ട് വന്ന വർഷം ഏതാ? 1976. അത് ഒന്നാമത്തെ പോയിന്റ്. ആൻഡ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞിട്ട് ഉള്ള സംഭവങ്ങൾ ലിസ്റ്റ് ചെയ്തേക്കുന്നത്, അല്ലെ ഇൻകോർപ്പറേറ്റ് ചേർത്തത് ഏതാണ്? പാർട്ട് 4A ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരമാണ്. അപ്പോൾ പാർട്ട് 4A വന്നത് 42ാമത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് 1976 ഭാഗമായിട്ടാണ്. ആൻഡ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ചേർക്കപ്പെട്ടത്. ആൻഡ് ദ ഐഡിയ ഓഫ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഈസ് ഇൻസ്പയർഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ USSR. അതായത് അക്കാലത്ത് നിന്നിരുന്ന, ഇപ്പോൾ റഷ്യക്ക് മുമ്പ് എല്ലാം കൂടെ ചേർത്ത് സോവിയറ്റ് യൂണിയൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ സോവിയറ്റ് യൂണിയൻ്റെ സമയത്ത് അവരുടെ ആ ഒരു ടൈമിൽ ഉണ്ടായിരുന്ന ആയിരുന്നു അല്ല, അതിൽ നിന്നും ഇൻസ്പയർ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലും കൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്തത്. അപ്പോൾ ആ രാജ്യവും കൂടെ നോട്ട് ചെയ്തേക്കണം, USSR. ആൻഡ് ദ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആർ നോൺ ജസ്റ്റിസയബിൾ ഇൻ നേച്ചർ. അതൊന്ന്. അത് കഴിഞ്ഞിട്ട് ദർ ആർ എ ടോട്ടൽ ഓഫ്, ഈ അടിവര ഇട്ടതെല്ലാം പോയിന്റ്സ് ആയിട്ട് നോട്ട് ചെയ്യണേ. ദർ ആർ എ ടോട്ടൽ ഓഫ് ഇതാണ്ട് 11 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ലിസ്റ്റഡ് ഇൻ ആർട്ടിക്കിൾ 51A ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ആർട്ടിക്കിൾ 51A തന്നെ ഏതൊക്കെയാ? 11 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പോയിന്റ്സ് നോട്ട് ചെയ്തേക്കണം. പിന്നെ ഓരോന്നും നമുക്ക് നോക്കാം. 51A തന്നെ പലതുണ്ട്, 11 ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ആ 11 ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പം നോക്കിയേ, ആർട്ടിക്കിൾ 51A സബ്സെക്ഷൻ A ഹാസ് ലേഡ് ഡൗൺ, നമ്മുടെ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിരുന്നു, എല്ലാ ഇന്ത്യക്കാരും ഈ നാഷണൽ ഫ്ലാഗിനെയും നാഷണൽ ആന്തത്തെയും റെസ്പെക്ട് ചെയ്യണം എന്നുള്ളത്. അടുത്തത് ആർട്ടിക്കിൾ 51AB which suggests or which includes to cherish and follow the noble ideas which inspired our national struggle for freedom. അതായത് നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളും അല്ല ആ ടൈമിലെ സ്വാതന്ത്ര്യം നേടാനായിട്ട് നമ്മൾ സ്ട്രഗിൾ ചെയ്തിരുന്നു. അപ്പോൾ അതിനെ റിലേറ്റ് ചെയ്യുന്ന നോബിൾ ഐഡിയാസ് നമ്മൾ ചെറിഷ് ചെയ്യണം, നമ്മൾ ഉൾക്കൊള്ളുകയും ഫോളോയും കൂടെ ചെയ്യണം എന്നുള്ള ആശയം എന്നുള്ളത് എൻലിസ്റ്റ് ചെയ്തേക്കുന്നത് ആർട്ടിക്കിൾ 51AB. ഇനി അടുത്ത 51AC നോക്കിക്കേ, ടു അപ്ഹോൾഡ് ആൻഡ് പ്രൊട്ടക്ട് ദ സോവറിനിറ്റി, യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ഇന്ത്യ. അപ്പോൾ ഇന്ത്യയുടെ സോവറിനിറ്റി, യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി, ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ ഈ 3 കൺസെപ്റ്റ്സ്, ഒരു രാജ്യത്തിൻ്റെ ബേസിക് കോർ എലമെൻസും കൂടാണ് ഈ പറയുന്നത്, യൂണിറ്റി, ഇൻറ്റഗ്രിറ്റി ആൻഡ് സോവറിനിറ്റി. അപ്പോൾ ഒരു രാജ്യത്തെ സംബന്ധിച്ച്, എസ്പെഷ്യലി നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് ഈ വാല്യൂസ് നമ്മൾ ഉയർത്തിക്കാട്ടുക ആൻഡ് സംരക്ഷിക്കുക എന്നുള്ളത് ആർട്ടിക്കിൾ 51AC വരുന്നതാണ്. അടുത്തത് ആർട്ടിക്കിൾ 51AD. അതെന്താ പറയുന്നത്? ടു ഡിഫെൻഡ് ദ കൺട്രി ആൻഡ് റെൻഡർ നാഷണൽ സർവീസ് വെൻ കോൾഡ് അപ്പോൺ ടു ഡു സോ. അതായത് നമ്മുടെ രാജ്യത്തിന് ഒരു എമർജൻസി വരുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിനെ ഡിഫെൻഡ് ചെയ്യാനും ഒരു അർജൻസി വരുന്ന സമയത്ത് സർവീസ് ചെയ്യാനും, നാഷണൽ സർവീസ് ചെയ്യാനും കൺസിഡർ ചെയ്യാനുള്ള ഒരു മനസ്സ്, അല്ലെങ്കിൽ അതിന് ചെയ്യാനുള്ളൊരു
യുക്തി. അതാണ് ആർട്ടിക്കിൾ 51A(d)യിൽ പറയുന്നത്, പ്രതിപാദിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത പോയിന്റ്സ് നോക്കുന്നതിന് മുമ്പ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കോച്ചിങ് സ്റ്റാഗിൽ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ 6 ലെവൽ പ്രാക്ടീസ് മെത്തേഡിലൂടെ ആയിരിക്കും നിങ്ങളെ കോച്ചിങ് ചെയ്യുന്നത്. അതായത് ആദ്യം ബേസിക് ക്ലാസ്സസ് ആയിരിക്കും, ഫോളോവ്ഡ് ബൈ സർക്കിൾസ് എന്ന് പറയും. അതായത് ഇനി അങ്ങോട്ടുള്ള 3 സെഷൻസും നെക്സ്റ്റ് 2, 3, 4 എന്ന് പറയുന്ന സർക്കിൾ സെഷൻസ് ആയിരിക്കും. അതായത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കൊരു എക്സാം നടത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളെ ഗ്രൂപ്പ്സ് ആക്കും. അപ്പം കമ്പൈൻ സ്റ്റഡി പോലെ പോകാനായിട്ട് നിങ്ങൾക്ക് ഓരോ സർക്കിൾസ് കാണും, ഓരോ ഗ്രൂപ്പ്സ്. അപ്പോൾ അതിൻ്റെ അകമ്പടിയോടുകൂടി നിങ്ങൾക്ക് സ്റ്റഡി ചെയ്യാനും പറ്റും. ഒപ്പം നിങ്ങളുടെ ഫർദർ ഡൗട്ട് ക്ലാരിഫിക്കേഷന് മെൻറ്റർ സപ്പോർട്ടും കാണും. അപ്പോൾ ഇതിന് ശേഷം വരുന്നതാണ് എക്സ്ട്രീം സർക്കിൾ. എക്സ്ട്രീം സർക്കിളിൽ കുറച്ചുകൂടെ മെയിൻസ് ലെവൽ ക്വസ്റ്റ്യൻസും മെയിൻസ് ലെവൽ അപ്രോച്ചും ആയിരിക്കും, ദൈർഘ്യം കൂടിയൊരു സെഷൻ ആയിരിക്കും. അപ്പോൾ ബേസിക് സർക്കിളിൻ്റെ ബേസിക് സർക്കിൾ കംപ്ലീറ്റ് ആയി ഒരു എലിജിബിലിറ്റി ടെസ്റ്റ് നടത്തി ആ ബേസിക് സെറ്റ് ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എലിജിബിലിറ്റി ടെസ്റ്റിൻ്റെ കട്ട് ഓഫ് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള ആൾക്കാർക്ക് ലിമിറ്റഡ് ആയിട്ടായിരിക്കും ബേസിക് സർക്കിളിൻ്റെ സെഷന് ശേഷം 2 മാസത്തിന് ശേഷം എക്സ്ട്രീം സർക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ബേസിക് സെറ്റായിട്ട് മാത്രമേ കയറാവുള്ളൂ, കാരണം ഒബ്വിയസ്ലി സീറ്റ്സ് ലിമിറ്റഡ് ആയിരിക്കും. അവിടെയും ഈ എക്സ്ട്രീം സർക്കിളിലും നിങ്ങൾക്ക് ഏതൊരു വർക്കൗട്ട് മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്യും. അവിടെയും സർക്കിൾസ് ആയിരിക്കും, കമ്പൈൻ സ്റ്റഡി പോലെ ആയിരിക്കും പോകുന്നത്. അവിടെയും നിങ്ങൾക്ക് ഫർദർ ഡൗട്ട് ക്ലാരിഫിക്കേഷനും മെൻറ്റർ സപ്പോർട്ട് കാണും. അതിനുശേഷം വരുന്നതാണ് സൂപ്പർ ബാച്ച്. അപ്പോൾ സൂപ്പർ ബാച്ചിൽ ഓൾറെഡി നിങ്ങളിപ്പം ബേസിക്കും നിങ്ങളുടെ മെയിൻസിൻ്റെ കുറച്ച് അറ്റംപ്റ്റ്സോ ഒക്കെ അല്ലെങ്കിൽ മെയിൻസിൻ്റെ കുറച്ച് ഐഡിയ ഒക്കെ കിട്ടിയ ക്വസ്റ്റ്യൻസ് വരുന്നെങ്കിൽ സൂപ്പർ ബാച്ചിൽ എസ്പെഷ്യലി ഇനി വരാൻ പോകുന്ന എക്സാം ഏതാണോ നെക്സ്റ്റ്, SSCക്കാരാണ് അവരുടെ എക്സാം, റെയിൽവേക്കാരാണ് അവരുടെ എക്സാം, അല്ലെങ്കിൽ ബാങ്കുകാരാണ് അവർക്ക് ഇനിയും വരാൻ പോകുന്ന എക്സാം, എസ്പെഷ്യലി നോട്ടിഫിക്കേഷൻ കഴിഞ്ഞിട്ട് ഉടനെ വരാനിരിക്കുന്ന ഏതാണോ അതിനെ മാത്രം മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു മാക്സിമം 2 മന്ത് അല്ലെങ്കിൽ മിനിമം 1 മന്ത് ഡ്യൂറേഷൻ വരുന്നൊരു പ്രോഗ്രാമാണ് സൂപ്പർ ബാച്ച്. അവിടെയും ഒരു എലിജിബിലിറ്റി ടെസ്റ്റ് ആണ്, വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സീറ്റ്സ് ആയിരിക്കും. അപ്പോൾ അവിടെ നിങ്ങൾക്ക് നിങ്ങളെ സർക്കിൾസ് ആക്കി ഇരുത്തും, നിങ്ങൾക്കൊരു മോക്ക് മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ കുറച്ച് ഇൻറ്റൻസ് ആയിട്ടുള്ള സെഷൻ ആയിരിക്കും. അവിടെ നിങ്ങളെ ഫർദർ ഹെൽപ്പ് ചെയ്യാനായിട്ട് മെൻറ്റർ ഡെഫിനറ്റ്ലി കാണും. അതിനുശേഷം വരുന്നതാണ് റിയൽ ഇൻറ്റൻസീവ് പ്രോഗ്രാം, അല്ലെങ്കിൽ റിപ്പ് എന്ന് പറയും. അതായത് ഏതെങ്കിലും ഒരു എക്സാം നിങ്ങൾക്കിപ്പം ചെറിയ മാർക്കിന് നഷ്ടപ്പെടുമോ, അതല്ല ഇനിയിപ്പം നല്ല രീതിയിൽ അറ്റംപ്റ്റ് ചെയ്യാൻ ആ ഡേയിൽ പറ്റിയില്ല, ഓക്കെ, എന്തായാലും ഇപ്പം നല്ല രീതിയിൽ അറ്റംപ്റ്റ് ചെയ്താലും ഇല്ലെങ്കിലും റിസൾട്ട് വരാൻ ലേറ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ദൈർഘ്യമുണ്ട് പക്ഷേ അടുത്ത എക്സാം വരാൻ ഇനിയും ടൈം ഉണ്ടെങ്കിൽ, ഇൻ കേസ് ആ എക്സാം പോയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുന്നൊന്നുമില്ല കോമ്പറ്റേറ്റീവ് എക്സാം. അപ്പം അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ എത്ര ആണോ ലെവൽ ഉണ്ടാക്കി വെച്ചിരുന്നത്, അതായത് വർക്കൗട്ട് ചെയ്ത് അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് കീപ്പപ്പ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് റിയൽ ഇൻറ്റൻസീവ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അതിനുശേഷം വരുന്നതാണ് മോക്ക് ഇൻ്റർവ്യൂ. എല്ലാ എക്സാംസിൻ്റെയും എസ്പെഷ്യലി ബാങ്ക് PO എക്സാംസിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് പേഴ്സണാലിറ്റി ടെസ്റ്റാണ്. അപ്പോൾ അതിൻ്റെയും കൂടെ പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾക്ക് ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ കയറി കൂടാനായിട്ട് പറ്റുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു അവയർനെസ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഓഫ്ലൈനും ഉണ്ട് ഓൺലൈനും ഉണ്ട്. നിങ്ങളുടെ ചോയ്സ് ഏതാണോ, ക്യാമ്പസിൽ ഇൻവോൾവ് ആയിട്ടാണ് പഠിക്കാൻ താല്പര്യമെങ്കിൽ തന്നേക്കുന്ന നമ്പറിൽ ഓഫ്ലൈനിൽ കോൺടാക്ട് ചെയ്തിട്ട് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. മറിച്ച് നിങ്ങൾക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്, അത് മാത്രമല്ലാതെ നിങ്ങൾക്ക് വീടിൻ്റെ കംഫർട്ടിലിരുന്ന് പ്രിപ്പയർ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടത്തിലാണെങ്കിൽ ഓൺലൈനിൽ തന്നേക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത്, ചിലപ്പോൾ വർക്കിംഗ് പ്രൊഫഷണൽസ് ഒക്കെ ആണെങ്കിൽ ഓൺലൈൻ വഴി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തുള്ളായിരിക്കും. അങ്ങനെയെങ്കിൽ തന്നേക്കുന്ന നമ്പറിൽ ഓൺലൈനിൽ കോൺടാക്ട് ചെയ്ത് പ്രിപ്പറേഷൻ എത്രയും പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ അല്ലേ? എങ്കിൽ നമുക്കിനി സോഴ്സസ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ സോഴ്സസും കൂടെ പറയണം. അതായത് കുറച്ച് നമ്മൾ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് ഐഡിയാസ് ബാക്കിയുള്ള രാജ്യങ്ങളുടെ അടുത്തുനിന്നും കൂടെ കടമെടുത്തിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ അവരുടെ അടുത്തുനിന്നും കൂടെ ഇൻസ്പയർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊന്നാണ്, ആദ്യത്തെ രാജ്യം ഓസ്ട്രേലിയയാണ്. അപ്പോൾ ഓസ്ട്രേലിയയിൽ നിന്നാണ് നമ്മൾ ഈ കൺകറൻറ്റ് ലിസ്റ്റ് എന്നുള്ള ആശയം കൊണ്ടുവന്നത്. നമ്മൾ മുമ്പത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്റ്റേറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഫ്രീഡം ഓഫ് ട്രേഡ്, കൊമേഴ്സ് ആൻഡ് ഇൻ്റർകോഴ്സ്, ഇത് ജോയിൻറ്റ് സിറ്റിംഗ് ഓഫ് ദ 2 ഹൗസസ് ഓഫ് പാർലമെൻറ്റ് ആൻഡ് ലാംഗ്വേജ് ഓഫ് ദ പ്രിയാമ്പിൾ. ഇത് കഴിഞ്ഞ പ്രീവിയസ് ഇയറിനെ വെച്ച് ഇത്രയും ഐഡിയാസ് നമ്മൾ ഓസ്ട്രേലിയ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ അടുത്തുനിന്നും കിട്ടുക. അല്ലെങ്കിൽ ഈ ഒരു സെഗ്മെൻറ്റ്സിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് ഓസ്ട്രേലിയ എന്ന രാജ്യമാണ്. ആൻഡ് സെക്കൻഡ് കാനഡയാണ്. അപ്പോൾ കാനഡയിൽ നിന്നും ഉൾക്കൊണ്ട ആശയങ്ങൾ, അല്ലെങ്കിൽ കാനഡ ആസ് എ സോഴ്സ് എന്തൊക്കെ പ്രൊവൈഡ് ചെയ്തു നമുക്ക് നോക്കാം. ഫസ്റ്റ്, അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ ഓഫ് ദ സുപ്രീം കോർട്ട്. അപ്പോൾ സുപ്രീം കോർട്ടിൻ്റെ റിലേറ്റ് ചെയ്തിട്ടുള്ള അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ, അതും അപ്പോയിൻമെൻറ്റ് ഓഫ് സ്റ്റേറ്റ് ഗവർണേഴ്സ് ബൈ ദ സെൻറ്റർ, അതൊന്നും സ്റ്റേറ്റ് ഗവർണേഴ്സിൻ്റെ അപ്പോയിൻമെൻറ്റ്. ഫെഡറേഷൻ വിത്ത് എ സ്ട്രോങ് സെൻറ്റർ, അപ്പോൾ ഒരു സ്ട്രോങ് സെൻറ്ററിൻ്റെ ഐഡിയ. ആൻഡ് വെസ്റ്റിംഗ് ഓഫ് റെസിജ്വറി പവേഴ്സ് ഇൻ ദ സെൻറ്റർ, അപ്പം ബാക്കിയുള്ള റിമൈനിങ് പവേഴ്സ് സെൻറ്ററിൽ തന്നെ റിമെയിൻ ചെയ്യാന്നുള്ള ആശയവും കാനഡയിൽ നിന്നും നമ്മൾ ഉൾക്കൊണ്ടതാണ്. അല്ലെ, അതിൻ്റെ സോഴ്സസ് എന്ന് പറയുന്നത് കാനഡയിൽ നിന്നാണ്. അടുത്തത് ഫ്രാൻസ്, ജർമ്മനി, അയർലൻഡ് ആണ്. അപ്പോൾ ഫ്രാൻസിൻ്റെ ഇത് നോക്കിക്കേ, ഒരു റിപ്പബ്ലിക് എന്ന ആശയം ഒന്ന്. പിന്നെ ഐഡിയൽസ് ഓഫ് ലിബർട്ടി, ഇക്വാളിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി ഇൻ ദ പ്രിയാമ്പിൾ. നമ്മുടെ പ്രിയാമ്പിളിലെ
ലിബർട്ടി, ഇക്വാളിറ്റി, ഫ്രട്ടേണിറ്റി എന്ന് പറയുന്ന 3 ആശയങ്ങൾ, ഐഡിയൽസ് വന്നത് ഫ്രാൻസിൻ്റെ സോഴ്സിൽ നിന്നാണ്. ആൻഡ് ജർമ്മനിയുടെ കേസ് നോക്കുകയാണെങ്കിൽ എമർജൻസി പ്രൊവിഷൻ ആൻഡ് സസ്പെൻഷൻ ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഡ്യൂറിങ് എമർജൻസി. അപ്പം എമർജൻസി, അടിയന്തരാവസ്ഥയുടെ ആ ഒരു റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള സസ്പെൻഷനും ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ സസ്പെൻഷനും ഒക്കെ എമർജൻസിയുടെ ടൈമിൽ വരുന്നത് ഏത് രാജ്യത്തു നിന്നും നമ്മൾ ഉൾക്കൊണ്ട ഐഡിയൽസ് ആണ്? ജർമ്മനിയിൽ നിന്ന് ഉൾക്കൊണ്ടതാണ്. ആൻഡ് ദി നെക്സ്റ്റ് കൺട്രി ഈസ് അയർലൻഡ്. അപ്പം DPSP നമ്മൾ കേട്ട് കാണുമല്ലോ. അപ്പോൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി നമ്മുടെ ഒരു പാർട്ടായിരിക്കും നമ്മളിനി നോക്കാൻ പോകുന്നത്. അതായത് നെക്സ്റ്റ് വീഡിയോസിൽ ഏതെങ്കിലും ഒരു സെഷനിൽ നമ്മളത് എടുക്കുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു കാര്യം കൂടെ വന്നത് ആ കാര്യം വന്നത് അയർലൻഡ് എന്ന് പറയുന്ന രാജ്യത്തു നിന്നാണ്. ആൻഡ് മെത്തേഡ്, അല്ലെങ്കിൽ അതിൻ്റെ സോഴ്സ് അയർലൻഡിൽ നിന്നാണ്. മെത്തേഡ് ഓഫ് എലക്ഷൻ ഓഫ് ദ പ്രസിഡന്റ്, അതും ആൻഡ് നോമിനേഷൻ ഓഫ് മെമ്പേഴ്സ് ടു രാജ്യസഭ. ഏതൊക്കെയാണ്? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, മെത്തേഡ് ഓഫ് എലക്ഷൻ ഓഫ് ദ പ്രസിഡന്റ് ആൻഡ് നോമിനേഷൻ ഓഫ് മെമ്പേഴ്സ് ഓഫ് രാജ്യസഭ, MPs ഓഫ് രാജ്യസഭ. ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണേ. എസ്പെഷ്യലി സമകാലിക പ്രാധാന്യമുള്ള 3 പോയിന്റ്സ് ആണ്, അതും കൂടെ നോട്ട് ചെയ്ത് വെച്ചോണം. ഇനിയും അടുത്തത് ജപ്പാൻ. പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ, നിയമം എസ്റ്റാബ്ലിഷ് ആയതിനു ശേഷമുള്ള പ്രൊസീജിയേഴ്സ്, അത് ജപ്പാനിൽ നിന്നാണ് സോഴ്സ് കിട്ടിയത്. അതിനടുത്തത് സൗത്ത് ആഫ്രിക്കയാണ്. അതായത് എലക്ഷൻ ഓഫ് മെമ്പേഴ്സ് ഓഫ് രാജ്യസഭ, അത് മെമ്പേഴ്സിൻ്റെ എലക്ഷൻ, അത് രാജ്യസഭയിലോട്ടുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞ നോമിനേഷൻ ഓഫ് മെമ്പേഴ്സ് ടു രാജ്യസഭയാണ് അയർലൻഡിൽ നിന്ന്. അത് കഴിഞ്ഞിട്ട് എലക്ഷൻ ഓഫ് മെമ്പേഴ്സ് ടു രാജ്യസഭ എന്ന് പറയുന്നത് സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ്. അത് തിരിഞ്ഞു പോല് അത് നോട്ട് ചെയ്തോണം. ആൻഡ് പ്രൊസീജിയർ ഫോർ അമെൻമെൻറ്റ് ഇൻ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, അതും അമെൻമെൻറ്റിൻ്റെ ഏത് രീതിയിൽ അമെൻഡ് ചെയ്യാമെന്ന്, നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യാമെന്നുള്ളതിൻ്റെ രീതിയും അല്ലെങ്കിൽ പ്രൊസീജിയറും സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് നമുക്ക് സോഴ്സായിട്ട് കിട്ടിയതാണ്. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആണ്, സോവിയറ്റ് യൂണിയൻ, USSR അല്ലെങ്കിൽ ഇപ്പോഴത്തെ റഷ്യ. ഇപ്പോഴത്തെ റഷ്യ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, ബട്ട് അതിൻ്റെ മോസ്റ്റ് ഓഫ് ദ പാർട്ടും റഷ്യ ആയിരുന്നു. അപ്പോൾ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഒന്ന് നമ്മൾ മുമ്പ് പറഞ്ഞായിരുന്നു. പിന്നെ ഐഡിയൽസ് ഓഫ് ജസ്റ്റിസ്, സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ഇൻ ദ പ്രിയാമ്പിളിൽ സോഷ്യോ എക്കണോമിക് പൊളിറ്റിക്കൽ എന്ന് പറയുന്ന ഐഡിയൽസ്, ജസ്റ്റിസിൻ്റെ ഐഡിയൽസിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് സോവിയറ്റ് യൂണിയനിൽ നിന്നായിരുന്നു. പിന്നെ പ്രൊസീജിയർ ഓഫ് 5 ഇയർ പ്ലാൻ, നമ്മൾ നേരത്തെ എക്കോണമി പഠിപ്പിച്ചപ്പോൾ പറഞ്ഞായിരുന്നല്ലേ, 5 ഇയർ പ്ലാൻ 1928 ജോസഫ് സ്റ്റാലിന് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്നും ഉൾക്കൊണ്ടിട്ടാണ് നമ്മൾ പ്രൊസീജിയർ ഓഫ് 5 ഇയർ പ്ലാനും കൂടെ നമ്മൾ USSRൽ നിന്ന് സ്വായത്തമാക്കിയത്, അല്ലെങ്കിൽ ആ ഒരു ഇൻസ്പിറേഷൻ നമുക്ക് കിട്ടിയത്. അപ്പോൾ അതും കൂടെ ആലോചന 1928. എങ്കിൽ നമുക്ക് അടുത്ത നോക്കാം. യുണൈറ്റഡ് കിങ്ഡം, നമ്മളെ ഒബ്വിയസ്ലി വി ആർ കോളനൈസ്ഡ് ബൈ ദി ഗ്രേറ്റ് ബ്രിട്ടൻ അല്ലേ. അപ്പം അവരുടെ കുറേ കാര്യങ്ങൾ നമ്മൾ സോഴ്സസ് ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് ബൈ ക്യാമറലിസം, ക്യാബിനറ്റ് സിസ്റ്റം, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, ലോ മേക്കിംഗ് പ്രൊസീജിയേഴ്സ്, ലെജിസ്ലേറ്റീവ് പ്രൊസീജിയേഴ്സ്, പിന്നെ ഓഫീസ് ഓഫ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ അല്ലെങ്കിൽ ഓഫീസ് ഓഫ് CAG, പിന്നെ പാർലമെൻ്ററി ഫോം ഓഫ് എ ഗവൺമെൻറ്, പാർലമെൻ്ററി പ്രിവിലേജസ്, പിന്നെ പോസ്റ്റ് ഓഫ് പ്രൈം മിനിസ്റ്റർ, പിന്നെ പ്രിറോഗേറ്റീവ് റിറ്റ്സ്, പ്രസിഡന്റ് നോമിനൽ ഹെഡ്, പ്രൊവിഷൻ ഓഫ് സ്പീക്കർ ഇൻ ലോക്സഭ, റൂൾ ഓഫ് ലോ ആൻഡ് സിംഗിൾ സിറ്റിസൺഷിപ്പ്. ഇത് ഇപ്പോഴത്തെ, കാരണം ഇപ്പം സിറ്റിസൺഷിപ്പ് ആക്ട് ഒക്കെ നടപ്പാക്കാൻ പോവല്ലേ, അപ്പോൾ അതുകൊണ്ട് ഈ പോയിന്റും കൂടെ നോട്ട് ചെയ്തോണം. ഇത് സിംഗിൾ സിറ്റിസൺഷിപ്പിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് യുണൈറ്റഡ് കിങ്ഡം ആയിരിക്കും. മിക്കവാറും ഈ ചോദ്യം കാണാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞേക്കുന്ന കാര്യത്തിൻ്റെയും സോഴ്സ്, കാരണം UK കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചോണം, കാരണം കുറേ കൺസെപ്റ്റ് ഉണ്ട് പഠിക്കാനായിട്ട്. അപ്പോൾ അതും പിന്നെ ഇപ്പോഴത്തെ ഈ തന്നേക്കുന്ന പോയിന്റ്സിൽ റെലവൻ്റ് ആയിട്ടുള്ള, കാരണം കറണ്ട് അഫെയർസിൽ ഇപ്പോൾ സമകാലികം നടക്കുന്ന കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ ഇപ്പോൾ സിറ്റിസൺഷിപ്പ് ആക്ട് നടക്കാൻ പോവാണ്, അതിൻ്റെ കോൺട്രവേഴ്സി നമ്മൾ ഒത്തിരി കേൾക്കുന്നുണ്ട്. അപ്പം ചൂട് പിടിച്ച് നിൽക്കുന്ന ഹോട്ട് ടോപ്പിക്സിലൊന്നാണ് സിറ്റിസൺഷിപ്പ് അല്ലെങ്കിൽ CAA എന്ന് പറയുന്നത്. അപ്പം സിറ്റിസൺഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള, അപ്പോൾ പോളിറ്റി മസ്റ്റായിട്ടും അതിൽ നിന്ന് കറണ്ട് അഫെയർസ് ചോദ്യം വരും. അപ്പോൾ അതിൻ്റെ ഒരു പോയിന്റാണ് സിംഗിൾ സിറ്റിസൺഷിപ്പ്, അതും കൂടെ, കാരണം സിറ്റിസൺഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള മിക്ക പോയിന്റ്സ് നോക്കിക്കോണം, കാരണം ചോദ്യം വരുന്നതൊക്കെ. റീസെൻ്റ്ലി ഗവൺമെൻറ്റിൽ ഇങ്ങനെ CAA നടത്താനായിട്ട് പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. എങ്കിൽ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയ സമയത്ത് സിംഗിൾ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്ന ഐഡിയ ഏത് രാജ്യത്തു നിന്നാണ് കിട്ടിയത്, എങ്ങനത്തെ ചോദ്യങ്ങൾ വരാൻ നേരം നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അടുത്തത് USA ആണ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. അപ്പോൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ഇപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളുടെ സോഴ്സ് എന്ന് പറയുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയാണ്. അപ്പം ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഉണ്ട്, ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി, ഇംപീച്ച്മെൻറ്റ് ഓഫ് ദ പ്രസിഡൻറ്റ്, അതൊന്ന് മെയിനാണ്. പിന്നെ ജുഡീഷ്യൽ റിവ്യൂ, റിമൂവൽ ഓഫ് സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട്ട് ജഡ്ജസ്, ഇതെല്ലാവരും എടുത്തു കളയുന്ന ഒരു സംഭവം കൂടെ ആയിട്ട് അങ്ങ് കൺസിഡർ ചെയ്താൽ മതി. പോസ്റ്റ് ഓഫ് വൈസ് പ്രസിഡൻറ്റ്, പിന്നെ പ്രീആമ്പിളും റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷനും,
ഇത് 1, 2, 3 and 4 ഇത് ഇത്രയും പ്രീവിയസ് ഇയറിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസാണ്. CPO, CGL, CHSL പരീക്ഷ എന്തുമാട്ടെ പരീക്ഷ ഭേദമന്യേ ചോദിക്കുന്ന അല്ലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3-4 പോയിന്റ്സ് ആണ്. ഏതൊക്കെയാ? ഇംപീച്ച്മെന്റ് ഓഫ് ദ പ്രസിഡന്റ്, റിമൂവൽ ഓഫ് സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട്ട് ജഡ്ജസ്, പിന്നെ നമ്മുടെ പ്രിയാമ്പിൾ എന്നുള്ള ആശയം ആൻഡ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ റിട്ടൺ ആണ് 1, 2, 3, 4 ഈ 4ൻ്റെയും ഏത് സോഴ്സ് എന്ന് പറയുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ആണ്. മിക്കവർക്കും ഇത് തിരിഞ്ഞു പോവും, ഏതാ നമ്മുടെ UK ആയിട്ട് തിരിഞ്ഞു പോകാറുണ്ട്. എങ്കിൽ നമുക്ക് അടുത്ത് നോക്കാം. പിന്നെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്, അതിനും കൂടെ, അത് 11-മതല്ല. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 11-മത്തെ പോയിന്റ് ആയിട്ട് നമുക്ക് നോക്കണമെങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. അപ്പം ഈ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അതിനെ റിപ്ലേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്ന് കാണുന്ന നിലയിലുള്ള ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ കാര്യങ്ങൾ ഒക്കെ വരും. ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നത് ഇതിനെ റിപ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഡീറ്റെയിൽസ്, അതിൽ നിന്ന് ഉൾക്കൊണ്ടത് അഡ്മിനിസ്ട്രേറ്റീവ് ഡീറ്റെയിൽസ്, എമർജൻസി പ്രൊവിഷൻസ്, ഫെഡറൽ സ്കീം, ജുഡീഷ്യറി, ഓഫീസ് ഓഫ് ഗവർണർ, പബ്ലിക് സർവീസ് കമ്മീഷൻസ്. ഇത്രയും പോയിന്റ്സ് മാത്രമേ അതിൽ ഉണ്ടായിരുന്നുള്ളൂ. അത് എലാബറേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പിന്നെ കോൺസ്റ്റിറ്റ്യൂഷനും കാര്യങ്ങളൊക്കെ മേക്ക് ചെയ്തത്. ഇനി നോക്കിക്കേ, ആർട്ടിക്കിൾ 72 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഡീൽസ് വിത്ത്. ഈ താഴെ തന്നേക്കുന്നവയിൽ ആർട്ടിക്കിൾ 72 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്തുമായിട്ടല്ല, ഏത് കാര്യത്തെയാണ് സൂചിപ്പിക്കുന്നത്? ഏതാ? അല്ലെങ്കിൽ ഡീൽസ് വിത്ത് കണ്ടക്ട് ഓഫ് ബിസിനസ് ഓഫ് ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, ക്വാളിഫിക്കേഷൻ ഫോർ മെമ്പർഷിപ്പ് ഓഫ് ദ പാർലമെന്റ്, ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ പാർലമെന്റ്, ആൻഡ് ഫൈനലി ദ പവർ ഓഫ് ദ പ്രസിഡന്റ് ടു ഗ്രാന്റ് പാർഡൻസ്. അപ്പം ഓപ്ഷൻ 4 will be your answer. ഏതാ? ആർട്ടിക്കിൾ 72 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് ദ പവർ ഓഫ് ദ പ്രസിഡന്റ് ടു ഗ്രാന്റ് പാർഡൻസ്. അതൊന്ന്. അപ്പോൾ അത് നോട്ട് ചെയ്തോണം. അതിൻ്റെ അഡീഷണൽ പോയിന്റും കൂടെ നമുക്ക് നോക്കാം. അപ്പം നോക്കിക്കേ, ആർട്ടിക്കിൾ 72 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എംപവേഴ്സ് ദ പ്രസിഡന്റ് ടു ഗ്രാന്റ് പാർഡൻസ് ടു പേഴ്സൺസ് ഹു ഹാവ് ബീൻ tried and convicted of any offense in all cases where the punishment or sentence is for an offensive against a union law. അപ്പോൾ ഇത്രയും ഓൾ കേസസ് വേർ ദ പണിഷ്മെന്റ്, അതായത് പണിഷ്മെന്റ് ഏതായിരിക്കണം? ഓർ സെന്റൻസ് ഈസ് ഫോർ ആൻ ഒഫൻസ് എഗെൻസ്റ്റ് എ യൂണിയൻ ലോയ്ക്കെതിരെയുള്ള ഒഫൻസ് ആയിരിക്കണം. ഓർ സെന്റൻസ് ഈസ് ബൈ എ കോർട്ട് മാർഷൽ, മിലിറ്ററി കോർട്ടോ വഴി. ഒന്നത്. പിന്നെ കാരണം നമ്മുടെ സർവ്വ സൈന്യാധിപൻ എന്ന് പറയുന്നത് പ്രസിഡന്റ് ആണല്ലേ, എല്ലാ ഫോഴ്സസിൻ്റെയും പ്രൈം കമാൻഡർ എന്ന് പറയുന്നത് നമ്മുടെ പ്രസിഡന്റ് ആണ്. അതുകൊണ്ട് തന്നെ മിലിറ്ററി ലോ കോർട്ടിൽ കോർട്ട് മാർഷലിൽ സെന്റൻസിനും പാർഡനും കൊടുക്കാനായിട്ടുള്ളൊരിതുണ്ട്. പിന്നെ ദ സെൻറ്റൻസ് ഇസ് എ സെൻറ്റൻസ് ഓഫ് ഡെത്ത്, അതായത് ഏതാ? ശിക്ഷ ഡെത്ത് ആണെങ്കിലും അതിനെ പാർഡൺ ചെയ്യാനായിട്ട് പ്രസിഡന്റിന് അധികാരം ഉണ്ട്. ഇനി നോക്കിയേ, ദ പാർഡണിങ് പവേഴ്സ് ഓഫ് ദ പ്രസിഡന്റ് കം അണ്ടർ ആർട്ടിക്കിൾ 72 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മളത് നോക്കിയായിരുന്നു. ഇനി പാർഡൺ, ടു ഫ്രീ ദ ക്രിമിനൽ ഫ്രം ഓൾ പണിഷ്മെന്റ്സ്, അതാണ് പാർഡൺ. പിന്നെ കമ്മ്യൂട്ടേഷൻ, അതിൻ്റെ അകത്തിൻ്റെ പവറാണ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് വൺ form of punishment with another without changing the sentence, that is reduction of a judicial sentence, especially a sentence of death, to another less severe punishment. അതായത് കമ്മ്യൂട്ടേഷൻ, ട്രാൻസ്ഫർ ചെയ്യാനായിട്ടും ഉള്ള അധികാരം പ്രസിഡന്റിന് ഉണ്ട്. അടുത്ത പവർ ഏതാ? റിസ്പൈറ്റ്, ചേഞ്ച് ദ നേച്ചർ ഓഫ് punishment due to some special condition, that is awarding lesser punishment due to the pregnancy of women offenders. അപ്പോൾ വുമൻ ആയിട്ടുള്ള ആൾക്കാരും ക്രൈം ചെയ്ത് കാണും. അപ്പോൾ അവരുടെ പ്രഗ്നൻസി ടൈമിൽ അവർക്ക് റെസ്പൈറ്റ് എന്ന് വെച്ചാൽ റെസ്റ്റ് എടുക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഒരു നീട്ടുക എന്നുള്ളതാണ്. അപ്പം ആ രീതിയിൽ ആലോചിച്ച് വെച്ചാൽ മതി. അപ്പോൾ അവരുടെ നേച്ചർ ഓഫ് പണിഷ്മെൻറ്റ് മാറ്റാനും അധികാരമുണ്ട്. സ്പെഷ്യൽ കണ്ടീഷൻ എക്സാമ്പിളായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ റിപ്രൈവ്, ടെമ്പറലി ഡിഫേർഡ് പണിഷ്മെൻറ്റ്, ആൻഡ് റെമിഷൻ, റെഡ്യൂസിങ് ദ പീരീഡ് ഓഫ് എ സെൻറ്റൻസ് വിത്തൗട്ട് ചേഞ്ചിങ് ഇറ്റ്സ് ക്യാരക്ടർ. അതായത് ഒരു സെൻറ്റൻസിൻ്റെ കാലയളവ് കുറയ്ക്കുക, അതിൻ്റെ ഒരു നേച്ചർ മാറാതെ, എന്ത് തരം പണിഷ്മെൻ്റ് ആണോ അതിൻ്റെ ആ ഒരു നേച്ചർ മാറാതെ അതിൻ്റെ കാലയളവ് കുറയ്ക്കുക എന്നുള്ളതാണ് റെമിഷൻ. അപ്പം റിപ്രീവ്, റിമിഷൻ, റിസ്പൈറ്റ്, കമ്മ്യൂട്ടേഷൻ, പാർഡൺ, ഇതൊക്കെ 1, 2, 3, 4, 5 പവേഴ്സിൻ്റെ കാര്യങ്ങൾ, അല്ലെ 5 രീതിയിലുള്ള കാര്യങ്ങൾ ഓർത്ത് വെച്ചോണം. പാർഡൺ, കമ്മ്യൂട്ടേഷൻ, റെസ്പൈറ്റ്, റിപ്രൈവ് ആൻഡ് റിമിഷൻ. അപ്പോൾ റിമിഷൻ കാലയളവ് കുറയ്ക്കുക, സെൻറ്റൻസിൻ്റെ ക്യാരക്ടർ മാറാതെ. റിപ്രൈവ് എന്ന് വെച്ചുകൊണ്ട് ടെമ്പറലി ഡിഫേർഡ് പണിഷ്മെൻറ്റ്, ആൻഡ് ഡിഫർ എന്ന് വെച്ചാൽ പോസ്റ്റ്പോൺ ആണ്, അതായത് താൽക്കാലികമായി നീട്ടിവെക്കുക പണിഷ്മെൻറ്റ്. പിന്നെ റിസ്പൈറ്റ് എന്ന് പറഞ്ഞാൽ ചേഞ്ച്, ഇപ്പം പ്രഗ്നൻറ്റ് വുമൻ ഒഫൻഡേഴ്സ് ആണെങ്കിൽ അവരുടെ നേച്ചർ ഓഫ് പണിഷ്മെൻറ്റ് ആ ഒരു സ്പെഷ്യൽ കണ്ടീഷൻ കാരണം മാറ്റിവെക്കുക.
ആൻഡ് അല്ലെ അവരുടെ പണിഷ്മെൻറ്റിൻ്റെ രീതി മാറ്റി വയ്ക്കുക. ആൻഡ് കമ്മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ ചെയ്യുക, ഒരു തരം പണിഷ്മെൻറ്റ് സെൻറ്റൻസിൻ്റെ കാലയളവിന് വ്യത്യാസമില്ലാതെ വേറൊരു രീതിയിലോട്ട് മാറ്റുക. അതിൻ്റെ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, സെൻറ്റൻസ് ഓഫ് ഡെത്ത് ടു അനദർ ലെസ് സിവിയർ പണിഷ്മെൻറ്റ്. അപ്പോൾ മരണശിക്ഷ കിട്ടിയവർക്ക് അത് മാറ്റി വേറൊരു ലെസ് സിവിയർ പണിഷ്മെൻ്റ് ആക്കുക. ആൻഡ് പാർഡൺ ടു ഫ്രീ ദ ക്രിമിനൽ ഫ്രം ഓൾ പണിഷ്മെൻറ്റ്സ്, കംപ്ലീറ്റ്ലി ഫ്രീ ആക്കുക. അപ്പോൾ ഇത്രയും പവേഴ്സ് ആർ വെസ്റ്റഡ് അപ്പോൺ നമ്മുടെ ഇത്രയും കാര്യങ്ങൾ പാർഡണിംഗ് പവേഴ്സ് പ്രസിഡന്റിന്റെ ആർട്ടിക്കിൾ 72 പ്രകാരം നമുക്ക് പ്രസിഡന്റിന് വരുന്നതാണ്. ഇത് നോക്കി അടുത്ത, വിച്ച് അമെൻമെന്റ് ആക്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ റിക്വയർസ് എ സ്റ്റേറ്റ് ടു മിനിമൈസ് ഇനിക്വാളിറ്റീസ് ഇൻ ഇൻകം, സ്റ്റാറ്റസ്, ഫെസിലിറ്റീസ്, ഓപ്പർച്യൂണിറ്റീസ് ആസ് എ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. ഏതാ നിങ്ങൾ ഓപ്ഷൻ? ഞാനിപ്പം ഡയറക്റ്റ് ഓപ്ഷൻ ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ പോകണം. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. അടുത്തത് വായിച്ചിട്ട് നമുക്ക് ഓപ്ഷൻ ഏതാണെന്ന് നിങ്ങൾ റിമെമ്പർ ചെയ്യണം. ക്വസ്റ്റ്യൻ മനസ്സിലാക്കി വെച്ചോ, അങ്ങനെ പോകുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അതായത് വിച്ച് അമെൻമെൻറ്റ് ആക്ട് ഓഫ്, ഇതിൽ താഴെ തന്നേക്കുന്നതിൽ എത്രാമത്തെ അമെൻമെൻറ്റ് ആക്ട് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് എന്ത് റിക്വയർ ചെയ്യേണ്ടത്? എ സ്റ്റേറ്റ് ടു മിനിമൈസ് ഇനിക്വാളിറ്റീസ് ഇൻ ഇൻകം, സ്റ്റാറ്റസ്, ഫെസിലിറ്റീസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ്. ഈ കാര്യങ്ങളിൽ ഇനിക്വാളിറ്റീസ് ഉണ്ടല്ലോ, അതായത് വ്യത്യാസങ്ങൾ ഉണ്ടാവും, അതിനെ മിനിമൈസ് ചെയ്യാൻ വേണ്ടി ഉള്ള അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന അമെൻമെൻറ്റ് എത്രാമത്തെ അമെൻമെൻറ്റ് ആണെന്നാണ് പറഞ്ഞേക്കുന്നത് ആസ് എ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. 47, 42, 44 ആൻഡ് ഫൈനലി 52. നമുക്ക് അതിൻ്റെ പോയിന്റ്സ് നോക്കിയിട്ട് നമുക്ക് ഇതിലോട്ട് വരാം. അപ്പം നോക്കിക്കേ, 44th അമെൻമെൻറ്റ് ആക്ട് ഓഫ് 1978. അതെന്താ പറയുന്നത്? സ്റ്റേറ്റ് ടു മിനിമൈസ് ഇനിക്വാളിറ്റീസ് ഇൻകം. കണ്ടോ, നമ്മുടെ ആദ്യത്തെ ഓപ്ഷൻ തന്നെ ഇൻകം. അതായത് 44th അമെൻമെൻറ്റ് ആക്ട് ആണ്. ഓപ്ഷൻ ഏതായിരിക്കും ഇതിനകത്ത്? ഓപ്ഷൻ 3 ആയിരിക്കും. പറയുന്നത് എന്താ? അതായത് നമ്മൾ പല രീതിയിലുള്ള തൊഴിലുള്ള ആൾക്കാരായിരിക്കും, നമ്മുടെ സ്റ്റാറ്റസ് പലതായിരിക്കും, നമുക്ക് സൗകര്യങ്ങളും നമ്മുടെ ഓപ്പർച്യൂണിറ്റീസും എല്ലാം ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷെ അതിൻ്റെ വ്യത്യാസങ്ങൾ ഒരാളെ പേഴ്സണൽ ഗ്രോത്തിന് ഇൻഹിബിറ്റ് ചെയ്യായിരിക്കും എന്നുള്ള ആശയം കൊണ്ട് 44th അമെൻമെൻറ്റ് ആക്ട് ഓഫ് 1978 ഇതിനെ മിനിമൈസ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു, അല്ലെ ഹെൽപ്പ് ചെയ്തു. അടുത്തത് പറയാൻ പോകുന്നത് DPSP എന്ന് പറഞ്ഞൊരു പദം പറഞ്ഞായിരുന്നല്ലേ, അപ്പോൾ അതെന്താണെന്നുള്ളത് നോക്കാം. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. അതായത് ഇറ്റ് ഈസ് ദ ഐഡിയൽസ് ദാറ്റ് ദ സ്റ്റേറ്റ്, ഓരോ സ്റ്റേറ്റും ഷുഡ് കീപ്പ് ഇൻ മൈൻഡ് വൈൽ എനാക്ടിങ് പോളിസീസ്, ലോസ് ഫോർ ദി സ്റ്റേറ്റ്. ഒരു സംസ്ഥാനത്തിന് അതിൻ്റേതായിട്ടുള്ള പോളിസീസോ നിയമങ്ങളോ എനാക്ട് ചെയ്യുമ്പോൾ, നടപ്പിലാക്കുമ്പോൾ ഒരു സ്റ്റേറ്റ് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ പാർട്ട് 4 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഇൻ പാർട്ട് 4 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ കവറിംഗ് ആർട്ടിക്കിൾസ് 36 to 51. അതായത് ആർട്ടിക്കിൾ 36 to 51 ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് കോൺസി, അല്ലെങ്കിൽ പാർട്ട് 4 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷനിലാണ് ഇത് പ്ലേസ് ചെയ്യപ്പെട്ടേക്കുന്നത്. അതിൻ്റെ ആർട്ടിക്കിൾ 36 to 51 വരെയുള്ളതിലാണ് ഇത് പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത 42nd അമെൻമെൻറ്റ് ഇൻ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി നോക്കാം. അപ്പം 42ാമത്തെ അമെൻമെൻറ്റ് ഇൻ ഡയറക്റ്റീവ് DPSP എന്താ പറയുന്നത്? ഇറ്റ് ആഡഡ് 4 ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസീസ് ടു ദ എക്സിസ്റ്റിംഗ് ലിസ്റ്റ്, നെയിംലി ആസ് ഫോളോസ്. ഏതൊക്കെയാണ്? ആർട്ടിക്കിൾ 39, അതായത് 4 ഡയറക്റ്റീവ് സ്റ്റേറ്റ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ലിസ്റ്റിലോട്ട് ഇത് ആഡ് ചെയ്തത്. ഏതൊക്കെയാണ്? ആർട്ടിക്കിൾ 39, ആർട്ടിക്കിൾ 39A, ആർട്ടിക്കിൾ 43A, ആർട്ടിക്കിൾ 48A. ഏതൊക്കെ? ആർട്ടിക്കിൾ 39, ആർട്ടിക്കിൾ 39A, ആർട്ടിക്കിൾ 43 ആൻഡ് ഫൈനലി ആർട്ടിക്കിൾ 48A. These are the 4 enlisted to the new already existing list by the 42nd amendment of directive അല്ലെങ്കിൽ DPSP. അപ്പോൾ ആർട്ടിക്കിൾ 39 എന്താ പറയുന്നത്? ഈസ് ടു സെക്യൂർ ഓപ്പർച്യൂണിറ്റീസ് ഫോർ ദ ഹെൽത്തി ഡെവലപ്മെൻറ്റ് ഓഫ് ദി ചിൽഡ്രൻ. ആൻഡ് ആർട്ടിക്കിൾ 39A ഈസ് ടു പ്രൊമോട്ട് ഈക്വൽ ജസ്റ്റിസ് ആൻഡ് ടു പ്രൊവൈഡ് ഫ്രീ ലീഗൽ എയ്ഡ് ടു ദ പൂർ. പാവങ്ങളെ ഓറിയൻറ്റ് ചെയ്തിട്ടുള്ളതാണ്. ആൻഡ് ആർട്ടിക്കിൾ 43A ഈസ് ടു ടേക്ക് സ്റ്റെപ്സ് ടു സെക്യൂർ ദ പാർട്ടിസിപ്പേഷൻ ഓഫ് വർക്കേഴ്സ് ഇൻ ദ മാനേജ്മെൻറ്റ് ഓഫ് ഇൻഡസ്ട്രീസ്. അപ്പോൾ ഇൻഡസ്ട്രീസിൻ്റെ മാനേജ്മെൻറ്റിൽ എന്താ എഫക്റ്റീവ് ആയിട്ടുള്ള സെക്യൂർ ആയിട്ടുള്ള വർക്കേഴ്സിൻ്റെ, തൊഴിലാളികളുടെ പാർട്ടിസിപ്പേഷൻ ഉറപ്പാക്കുക. ആൻഡ് ആർട്ടിക്കിൾ 48A ഈസ് ടു പ്രൊട്ടക്റ്റ് ആൻഡ് ഇംപ്രൂവ് ദ എൻവയോൺമെൻറ്റ് ആൻഡ് ടു സേഫ് ഗാർഡ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ്. അതായത് വൈൽഡ് ലൈഫും ഫോറസ്റ്റും സേഫ് ഗാർഡ് ചെയ്യുക, പ്രൊട്ടക്റ്റ് ചെയ്യുക, ആൻഡ് എൻവയോൺമെൻറ്റ് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് ആർട്ടിക്കിൾ 48A പ്രതിപാദിക്കുന്നത്. ഓക്കെ അല്ലേ? എങ്കിൽ അടുത്തത് ആർട്ടിക്കിൾ 39 ഓഫ് DPSP ഡീൽസ് വിത്ത് ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് ഫോർ മെൻ ആൻഡ് വിമൻ വാസ് ഇൻ ദ ഒറിജിനൽ ലിസ്റ്റ് ഓഫ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ആൻഡ് നോട്ട് ആഡഡ് ത്രൂ അമെൻമെൻറ്റ്. അതായത് അമെൻമെൻറ്റ് വഴി, ഭരണഘടന ഭേദഗതി ചെയ്യാതെ ഓൾറെഡി ഉണ്ടായിരുന്നതാണ് ആർട്ടിക്കിൾ 39A. അമെൻമെൻറ്റ് ചെയ്തപ്പോഴാണ് ആർട്ടിക്കിൾ 39A വന്നത്. അപ്പോൾ 39A എന്നാ പറയുന്നത് നോക്കിക്കേ,
It is to secure opportunities for the healthy development. So Article 39 is to promote equal justice and to provide free legal aid to poor. അതൊന്ന്. അപ്പോൾ ആർട്ടിക്കിൾ 39 ഓൾറെഡി പറയുന്നത് എന്താ, DSP ഓൾറെഡി ഉണ്ടായിരുന്ന ലിസ്റ്റാണ്. അപ്പം അതിൽ പറയുന്നത് ഏതാ, ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ ഏതാ ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്, ചെയ്യുന്ന തൊഴിലിന് അതേ വരുമാനം കൊടുക്കുക, ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ എന്നുള്ള കൺസെപ്റ്റ് അത് ഓൾറെഡി ഉണ്ടായിരുന്നതാണ് ആർട്ടിക്കിൾ 39. ആൻഡ് ആർട്ടിക്കിൾ 41 ഓഫ് DPSP ഡീൽസ് വിത്ത് ദ റൈറ്റ് ടു വർക്ക്, ടു എഡ്യൂക്കേഷൻ ആൻഡ് ടു പബ്ലിക് അസിസ്റ്റൻസ് ഇൻ സർട്ടൈൻ കേസസ് വാസ് ഇൻ ദ ഒറിജിനൽ ലിസ്റ്റ്. ഇതും ഒറിജിനൽ ലിസ്റ്റിൽ ഉണ്ടായിരുന്നതാണ് DPSPയുടെ ആൻഡ് നോട്ട് ആഡഡ് ത്രൂ ദ അമെൻമെന്റ്. ഏതാണ്? റൈറ്റ് ടു വർക്ക്, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആൻഡ് റൈറ്റ് ടു പബ്ലിക് അസിസ്റ്റൻസ് ഇൻ സർട്ടൈൻ കേസസ്. പിന്നെ ആർട്ടിക്കിൾ 43 എന്താ പറയുന്നത്? ഓഫ് DPSP ഡീൽസ് വിത്ത് ദ സെക്യൂർ ലിവിങ് വേജ്, സ്വൈര്യമായിട്ടല്ലെങ്കിൽ സെക്യൂർഡ് ആയിട്ട് സുരക്ഷിതമായി ജീവിക്കാൻ വേണ്ട നമ്മുടെ ശമ്പളം. എ ഡീസൻറ്റ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ആൻഡ് സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഓൾ വർക്കേഴ്സ്. എല്ലാ ഏതാ വർക്കേഴ്സിനും സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഓപ്പർച്യൂണിറ്റീസ്, അതായത് സോഷ്യലും കൾച്ചറലുമായിട്ടുള്ള ഇവൻസിൽ പങ്കെടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. ഇനിയും 52ാമത് അമെൻമെന്റ് ആക്ട് ഓഫ് 1985 വർഷം കൂടെ ആലോചിച്ച് വെച്ചോണം. ഈസ് പോപ്പുലർലി നോൺ ആസ് ആന്റി ഡിഫെക്ഷൻ ലോ. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. 52ാമത് അമെൻമെന്റ് ആക്ട് ഓഫ് 1985 ഈസ് ഓൾസോ നോൺ ആസ് 1985 ഈസ് ഓൾസോ നോൺ ആസ് ആന്റി ഡിഫെക്ഷൻ ലോ because it provided for disqualification of members of parliament. Okay, disqualification of members of parliament and state legislatures on the ground of defection and added a new 10th schedule containing the details in this regard. അപ്പോൾ ഈ ഒരു മാറ്ററിൽ റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 10th ഷെഡ്യൂളും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കാരണം ആൻറ്റി ഡിഫെക്ഷൻ ലോ ആയിട്ടാണ് 52ാമത് അമെൻമെന്റ് ആക്ട്, അതായത് 52ാമത് അമെൻമെന്റ് ആക്ട് ആൻറ്റി ഡിഫെക്ഷൻ ലോ എന്നറിയപ്പെടുന്ന പാർലമെന്റ് മെമ്പേഴ്സിനോ അല്ലെങ്കിൽ MLAസോ ലെജിസ്ലേറ്റീവ് മെമ്പേഴ്സിനെയോ പുറത്താക്കാനുള്ള, ഡിസ്ക്വാളിഫൈ ചെയ്യാനുള്ള ഒരു പവർ ഇതിനുണ്ട്. ഇത്രയും ക്ലിയർ അല്ലേ? ഇനി അടുത്ത The feature of joint sitting of two houses of the parliament in the constitution of India has been adopted from the constitution of ആരാണ്? നമ്മൾ കുറച്ച് മുമ്പ് നോക്കിയായിരുന്നു. ഏതായിരുന്നു? ആലോചിച്ചിട്ട് പറഞ്ഞു. അതായത് ജോയിന്റ് സിറ്റിംഗ് ഓഫ് ടു ഹൗസസ് ഓഫ് ദ പാർലമെന്റ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. രണ്ടുപേർക്കും ജോയിന്റ്ലി ഇരിക്കാൻ പറ്റുന്ന, ജോയിന്റ്ലി ഇരുന്ന്, അതായത് ജോയിന്റ് സിറ്റിംഗ് എന്നുള്ള ആശയം ഈ തന്നേക്കുന്നവയിൽ ഏതാണെന്നാണ് ചോദ്യം. നോക്കി പറഞ്ഞേ. നമ്മൾ പറഞ്ഞായിരുന്നു UK ഒരു ഹിന്റ് തരികയാണെങ്കിൽ നോക്കി, US, ജർമ്മനി, ഓസ്ട്രേലിയ. ഇതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കി ഏതൊക്കെയാ? ഏറ്റവും കൂടുതൽ US ആണോ, ജർമ്മനി ആണോ, ഓസ്ട്രേലിയ ആണോ, അതോ USSR ആണോ? ജോയിന്റ് സിറ്റിംഗ് അത് ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ 3 ഓസ്ട്രേലിയ ആണ്. എങ്കിൽ അത് നമ്മൾ നേരത്തെ നോക്കിയ പോയിന്റാണ്, വലിയ വ്യത്യാസമില്ല. നമുക്ക് നോക്കാം. അടുത്ത നോക്കിക്കേ. അടുത്ത ക്വസ്റ്റ്യൻ വായിച്ച് ചോദിക്കാം. Which of the following schedules of the Constitution of India contains a list of central and state laws which cannot be challenged in courts? അതായത് ഈ താഴെ തന്നേക്കുന്നതിൽ ഷെഡ്യൂളിൽ സെൻട്രൽ സ്റ്റേറ്റ് ലോസിന്, അതായത് സെൻട്രലിലെ നിയമത്തിനും സ്റ്റേറ്റ് ലെവൽ പോളിസീസിൻ്റെ നിയമത്തിനും ചലഞ്ച് ചെയ്യാൻ പറ്റാത്തതും ഇൻ കോടതിയിൽ ചലഞ്ച് ചെയ്യാൻ പറ്റാത്ത ഈ തന്നേക്കുന്നവയിൽ ഏത് ഷെഡ്യൂൾ എന്നാണ് ചോദ്യം. നോക്കിയേ, 6th ഷെഡ്യൂൾ ആണോ, 12th ഷെഡ്യൂൾ ആണോ? അതിൻ്റെ ആൻസർ നമുക്ക് കീ പോയിന്റ്സ് നോക്കിയിട്ട് പറയാം. അപ്പോൾ അതിനകത്ത് പറയുന്നത് 9th ഷെഡ്യൂൾ കണ്ടെയ്ൻസ് എ ലിസ്റ്റ് ഓഫ് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ലെജിസ്ലേഷൻ ദാറ്റ് ഈസ് നോട്ട് സബ്ജക്ട് ടു ലീഗൽ ഷെഡ്യൂൾ. അപ്പം ലീഗൽ ചലഞ്ച്. അപ്പോൾ ഏതായിരിക്കും ഓപ്ഷൻ നോക്കണം. 9th ഷെഡ്യൂൾ ആണ് ആൻസർ. സെൻട്രലും സ്റ്റേറ്റ് നിയമങ്ങൾക്കും കോർട്ടിൽ ചലഞ്ച് ചെയ്യാൻ പറ്റാത്ത ഷെഡ്യൂൾ എന്ന് പറയുന്നത് ഏത്? 9th ഷെഡ്യൂൾ ആണ്. ആൻഡ് there are now 284 such laws that are immune from judicial review. അപ്പോൾ ജുഡീഷ്യൽ റിവ്യൂവിൽ നിന്നും ഇമ്മ്യൂൺ ആയിട്ടുള്ള, പ്രതിരോധം ഉള്ള 284 സച്ച് ലോസ് ഉണ്ട്. The blanket immunity given to laws listed in Schedule 9 was affected by a landmark decision made by the Supreme Court of India in the case of IR Koilo. അപ്പം IR കൊയിലോയുടെ കേസിൽ, അതായത് സ്റ്റേറ്റ് ഓഫ് തമിഴ്നാടുവിൽ വേഴ്സസ് 2007 സ്റ്റേറ്റ് ഓഫ് തമിഴ്നാട് വേഴ്സസ് IR കൊയിലോ എന്ന് പറയുന്ന ആ കേസിൽ എന്ത് ചെയ്തായിരുന്നു?
ഈ ഒരു ഡിസിഷന് ലാൻഡ്മാർക്ക് ഡിസിഷൻ സുപ്രീം കോർട്ട് മേക്ക് ചെയ്തു. അതായത് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ആ ഒരു ലോസിന് ഇമ്മ്യൂണിറ്റി എന്ന് ഷെഡ്യൂൾ 9 ലിസ്റ്റ് ചെയ്തേക്കുന്ന ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ആ ഒരു ഐഡിയയിൽ ഇത് സുപ്രീം കോർട്ട് അഫക്റ്റഡ് ബൈ ലാൻഡ്മാർക്ക് ഡിസിഷൻ സുപ്രീം കോർട്ട് 2007 ഈ കേസിൻ്റെ അകമ്പടിയോടുകൂടി കൊണ്ടുവന്നതാണ്. ആൻഡ് ദി കോർട്ട് ഹെൽഡ് ദാറ്റ് ഈ ഒരു കേസിൻ്റെ ഫർദർ ഡീറ്റെയിൽസ് നോക്കുകയാണ്. ദി കോർട്ട് ഹെൽഡ് ദാറ്റ് ദി ലോസ് ഇൻക്ലൂഡഡ് ഇൻ ദ 9th ഷെഡ്യൂൾ ആഫ്റ്റർ ഏപ്രിൽ 24, 1973 that of the famous Keshavananda Bharati case where basic structure doctrine was propounded are open to the scrutiny if they violate the basic structure of the constitution. സോറി, അത് ചെറുതായി പോയതാണ്. അപ്പോൾ ഈ ഇത് വലുതായിട്ട് നോക്കേണ്ട ആവശ്യമില്ല. ബട്ട് ഇത്രയും പോയിന്റ്സ്, അതായത് ഇവരുടെ ഈ ഒരു കേസ് സ്റ്റഡി പ്ലസ് 9th ഷെഡ്യൂളിലാണ് ഇങ്ങനത്തെ ഒരു കൺസെപ്റ്റ് വന്നേക്കുന്നത്. സെൻട്രൽ ലോൻ്റെ ആ ഒരു ചലഞ്ചിങ് കേസും പ്ലസ് ഇങ്ങനത്തെ ഇപ്പോഴത്തെ എത്ര നിയമങ്ങളുണ്ട്, 284 നിയമങ്ങളുണ്ട് ഫ്രം വിച്ച് ആർ ഇമ്മ്യൂൺ ടു ജുഡീഷ്യൽ റിവ്യൂ. അത്രയും ആലോചിച്ച് വെച്ചേക്കണം. ഇതൊന്ന് ഓക്കെ അല്ലേ? എങ്കിൽ നമുക്ക് ലാസ്റ്റ് ഓക്കെ കുറച്ച് കാര്യം കൂടെ നോക്കാറുണ്ട്. ദിസ് എസെൻഷ്യലി മീൻസ് ദാറ്റ്, അതായത് മുമ്പത്തെ കാര്യങ്ങളാണ്. Amendments covered under the Schedule 9 post this date can be subject to judicial review if they infringe upon the basic structure of the, അതായത് നമ്മുടെ ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചറിന് എന്തെങ്കിലും വ്യതിയാനം വരുത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ കുഴപ്പം വരുത്തുകയാണെങ്കിൽ ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമാക്കാനായിട്ട് പറ്റും ഷെഡ്യൂൾ 9 ഈ പറഞ്ഞേക്കുന്ന കാര്യം. ആൻഡ് ഇൻ 1951 കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് അമെൻഡഡ് ടു ഇൻക്ലൂഡ്, അതായത് 1951 9th ഷെഡ്യൂൾ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആൻഡ് ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദ government's new article 31B, which together with article 31A was enacted to defend legislation pertaining to agrarian reform and the abolition of the zamindari system. ഇപ്പോൾ ഇത് പോയിന്റ് ആണ്. സമീന്ദാരി സിസ്റ്റം അബോളിഷ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടും കൂടെയാണ് ആർട്ടിക്കിൾ 31B ടുഗദർ വിത്ത് ആർട്ടിക്കിൾ 31A ഇനാക്ട് ചെയ്തിരുന്നത്. ആൻഡ് ആർട്ടിക്കിൾ 31A എന്താ പറയുന്നത്? പ്രൊട്ടക്ട്സ് ക്ലാസസ് ഓഫ് ലോസ്, ബട്ട് ആർട്ടിക്കിൾ 31B പ്രൊട്ടക്ട്സ് ഇൻഡിവിജ്വൽ ലോസ് ഓർ എനാക്ട്മെന്റ്സ്. അപ്പോൾ ഇൻഡിവിജ്വൽ ലോസും എനാക്ട്മെന്റ്സും പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് ആർട്ടിക്കിൾ 31B. ആൻഡ് ആർട്ടിക്കിൾ 31A പ്രൊട്ടക്ട്സ് ക്ലാസസ് ഓഫ് ലോസ് ആയിരിക്കും. അതിന് ഒരു ഡയറക്റ്റ് ഡിസ്റ്റിങ്ഷൻ ഉണ്ട്, അതും കൂടെ നോട്ട് ചെയ്തോണം. തിരിഞ്ഞു പോലെ ഇൻഡിവിജ്വൽസിൻ്റെ കേസാണ് ആർട്ടിക്കിൾ 31B, 31A എന്ന് പറയുന്നത് ക്ലാസസ് ഓഫ് ലോസ് ആയിരിക്കും. അപ്പോൾ ഞാൻ ഇന്നത്തെ സെഷൻ ഇത്രയേ ഉള്ളൂ. അപ്പം ഞാൻ ആ പറഞ്ഞ പോയിന്റ്സ് നിങ്ങൾ നോട്ട് ചെയ്തോണം. എസ്പെഷ്യലി അണ്ടർലൈൻ ചെയ്തേക്കുന്ന പോയിന്റ്സ് ഒക്കെ വളരെ നല്ല രീതിയിൽ തന്നെ നോട്ട് ചെയ്ത് ആലോചിച്ച് പിന്നെയും റിവൈസ് ചെയ്ത് പഠിച്ചോണം. അത്രയും പോയിന്റ്സ് ഇന്ന്, കാരണം പോളിറ്റിയുടെ സിലബസ് ക്രിസ്പാന്ന് ഞാൻ പറഞ്ഞായിരുന്നു, ലൈക്ക് എക്കോണമി. അപ്പം അത് പിന്നെ ഉരുവിട്ട് പഠിച്ചില്ലെങ്കിൽ മറന്നു പോകും. ഒരു ഫ്ലോ ഇല്ലാത്ത ഒരു കേസാണ് പോളിറ്റി. ബട്ട് അതിനെ നിങ്ങളൊരു ഡയറക്റ്റ് സ്ട്രക്ചറാക്കി നോട്ട് എഴുതി പറ്റുവാണെങ്കിൽ കമ്പൈൻഡ് ആയിട്ടിരുന്ന് പഠിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത സെഷനിൽ നെക്സ്റ്റ് ടോപ്പിക്കുമായിട്ട് കാണാം. ഇതുവരേക്കും ബൈ.